നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കട്ടപ്പനയിൽ സ്വർണ്ണക്കട ഉടമ കടയിലെ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി മരിച്ച സംഭവത്തിൽ സാങ്കേതിക പരിജ്ഞാനമില്ലാത്തവർ കൈ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതാകാം ജ്വല്ലറിയിലെ ലിഫ്റ്റ് അമിത വേഗതയിൽ പാഞ്ഞുണ്ടായ അപകടത്തിന് കാരണമെന്ന് ഇടുക്കി ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരും ലിഫ്റ്റ് കമ്പനി അധികൃതരും പരിശോധനയിൽ കണ്ടെത്തി. കട്ടപ്പന പവിത്ര ഗോൾഡ് ജ്വല്ലറി മാനേജിംഗ് പാർട്ണർ അമ്പലക്കവല BD പടി പുള്ളിക്കൽ സണ്ണി ഫ്രാൻസിസ് ആണ് ലിഫ്റ്റ് അപകടത്തിൽ മരിച്ചത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കണ്ടെത്തൽ. 4 നില കെട്ടിടത്തിനുള്ളിലെ ലിഫ്റ്റിൽ സണ്ണി താഴേക്ക് വരുന്നതിനിടെ ലിഫ്റ്റ് 2ാം നിലയിലേക്കും താഴത്തെ നിലയ്ക്കും ഇടയിൽ നിന്നുപോകുന്നു. ലിഫ്റ്റ് കമ്പനിയിലെ ടെക്നീഷ്യൻ ലിഫ്റ്റ് സംബന്ധിച്ച് പരിശീലനം ലഭിച്ചിട്ടുള്ള ജ്വല്ലറിയിലെ ജീവനക്കാരെ വീഡിയോ കോളിൽ വിളിച്ച് പ്രവർത്തിപ്പിക്കേണ്ട രീതി പറഞ്ഞുകൊടുത്തു. ലിഫ്റ്റിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണമെന്നും ഏറ്റവും മുകൾ നിലയിലെ ലിഫ്റ്റിന്റെ വാതിലിനോട് ചേർന്നുള്ള കൺട്രോൾ യൂണിറ്റിലെ സ്വിച്ച് സാവധാനം പ്രവർത്തിപ്പിച്ച് അടുത്ത നിലയിലെത്തിച്ച് വാതിൽ തുറക്കണമെന്നുമായിരുന്നു നിർദ്ദേശം. പല തവണയായി അമർത്തേണ്ടതിന് പകരം ഒറ്റത്തവണ സ്വിച്ച് അമർത്തിപ്പിടിച്ചത് ലിഫ്റ്റ് അമിത വേഗതയിൽ സഞ്ചരിക്കാൻ കാരണമായി എന്നാണ് കണ്ടെത്തൽ. ഉപകരണങ്ങൾ പരിശോധിച്ച ശേഷമേ യഥാർത്ഥ കാരണം കണ്ടെത്താനാകുകയുള്ളൂ എന്ന് ഇടുക്കി ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ VN സജിത് കുമാർ പറഞ്ഞു. ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരായ KP വിജയകുമാർ, ദീപ്രാൻ ജോസ്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരായ രോഹിത് രാജ്, അമീഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. പരിശോധനയിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. ലിഫ്റ്റ് ടെക്നീഷ്യന്മാർ വീഡിയോ കോളിലൂടെ കടയിലെ ജീവനക്കാരോട് ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള, അതായത് 4ാമത്തെ നിലയിലുള്ള കൺട്രോൾ യൂണിറ്റിനുള്ള സ്വിച്ച് അമർത്താൻ ആവശ്യപ്പെട്ടു. കൺട്രോൾ യൂണിറ്റിലെ സ്വിച്ച് പ്രവർത്തിക്കുന്നതോടെ ലിഫ്റ്റും ബ്രേക്കും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി ഇല്ലാതാകും. അമിത വേഗതയിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടും. ഇത് ഒഴിവാക്കാൻ മെല്ലെ മെല്ലെയാണ് സ്വിച്ച് അമർത്തേണ്ടത്. എന്നാൽ അതിൽ പിഴവ് സംഭവിച്ചിരിക്കാം. സ്വിച്ച് ഓഫ് ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകില്ല. ലിഫ്റ്റ് ക്യാബിൻ നിയന്ത്രിക്കുന്ന കൗണ്ടർ വെയിറ്റ് താഴേക്ക് പതിച്ചതിനൊപ്പം അമിത വേഗതയിൽ മുകളിലേക്ക് പോയ ലിഫ്റ്റ് കെട്ടിടത്തിന്റെ മേൽത്തട്ടിൽ ഇടിക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ കെട്ടിടം കുലുങ്ങി. ഉള്ളിലുള്ള സണ്ണിയുടെ തല മുകളിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റു. അതാണ് മരണകാരണമായത്. ഒരു കിണറ്റിൽ നിന്ന് കയറും കപ്പിയും ഉപയോഗിച്ച് ബക്കറ്റിൽ വെള്ളം കോരുന്നത് പോലെയാണ് ലിഫ്റ്റിന്റെ പ്രവർത്തനം. നമ്മൾ കയറുന്ന ലിഫ്റ്റ് ക്യാബിൻ ബക്കറ്റായും ഇലക്ട്രിക് മോട്ടറുമായി ബന്ധപ്പെടുത്തിയ പുള്ളി കപ്പിയായും ലിഫ്റ്റ് കൗണ്ടർ വെയിറ്റും ബന്ധിപ്പിക്കുന്ന ഹോസ്റ്റിംഗ് റോപ്പ് കയറായും കരുതാം. ബക്കറ്റ് വലിച്ചെടുക്കാൻ നമ്മൾ കൊടുക്കുന്ന ബലമാണ് കൗണ്ടർ വെയിറ്റ്. ലിഫ്റ്റ് ക്യാബിന്റെ പിന്നിലാണ് ക്യാബിനേക്കാൾ കൂടുതൽ ഭാരമുള്ള കൗണ്ടർ വെയിറ്റ് ഘടിപ്പിക്കുന്നത്. ഓരോ നിലയിലും നിർത്തുമ്പോൾ ലിഫ്റ്റ് ക്യാബിൻ ബാലൻസ് ചെയ്യാനാണ് കൗണ്ടർ വെയിറ്റ് ഉപയോഗിക്കുന്നത്. ലിഫ്റ്റ് ക്യാബിനുള്ളിലെ നിലകൾ സൂചിപ്പിക്കുന്ന സ്വിച്ചുകൾ ഇലക്ട്രിക് ചിപ്പുകളുമായി ബന്ധപ്പെടുത്തും. ഓരോ നിലയിലേക്കും പോകേണ്ട ദൂരം, ലിഫ്റ്റ് ക്യാബിന്റെ ഭാരം എന്നിവ ഇവയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ലിഫ്റ്റിനുള്ളിൽ കയറി സ്വിച്ച് അമർത്തുമ്പോൾ പോകേണ്ട ദൂരവും ലിഫ്റ്റ് ക്യാബിന്റെ ഭാരവും ഇലക്ട്രോണിക് ചിപ്പ് ശേഖരിക്കും. ഇവ സിഗ്നലുകളുമായി ഇലക്ട്രിക് മോട്ടറിലേക്ക് അയക്കും. ഇലക്ട്രിക് മോട്ടോർ ലിഫ്റ്റുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഹോസ്റ്റിംഗ് റോപ്പ് പ്രവർത്തിപ്പിച്ച് ശരിയായ സ്ഥാനത്ത് ക്യാബിൻ നിർത്തും. ഓരോ നിലയിലും ലിഫ്റ്റ് നിർത്തുമ്പോൾ ക്യാബിനെ താങ്ങി നിർത്തുന്നത് കൗണ്ടർ വെയിറ്റ് ഉപയോഗിച്ചാണ്. അതേസമയം മോട്ടോർ പുള്ളികളിലെ ബ്രേക്കും ഉപയോഗിക്കും. ഇതാണ് ലിഫ്റ്റിന്റെ പ്രവർത്തനം. ലിഫ്റ്റ് ക്യാബിനെ കൗണ്ടർ വെയിറ്റുമായി ബന്ധപ്പെടുത്തുന്ന ഹോസ്റ്റിംഗ് റോപ്പിന് തകരാർ സംഭവിച്ചാൽ ലിഫ്റ്റ് അമിത വേഗതയിൽ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ എമർജൻസി ബ്രേക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ലിഫ്റ്റിന്റെ സാധാരണ വേഗം എമർജൻസി ബ്രേക്കിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. അതിൽ കൂടുതൽ വേഗം ലിഫ്റ്റ് രേഖപ്പെടുത്തിയാൽ എമർജൻസി ബ്രേക്കുകൾ പ്രവർത്തിച്ച് ലിഫ്റ്റ് നിൽക്കും. ഓവർ സ്പീഡ് ഗവർണർ എന്നാണ് എമർജൻസി ബ്രേക്കുകൾക്ക് പറയുന്നത്. പ്രവർത്തനം നിലച്ച ലിഫ്റ്റ് കൺട്രോൾ യൂണിറ്റിലെ സ്വിച്ച് ഉപയോഗിച്ച് മാനുവലായി പ്രവർത്തിപ്പിക്കാം. ടെക്നീഷ്യന്മാർ നേരിട്ട് പ്രവർത്തിപ്പിക്കുന്നതാണ് സുരക്ഷിതം. പലവിധ ബിസിനസ്സുകൾ ചെയ്ത ശേഷം ഒടുവിൽ 22 പാർട്ട്ണർമാരുമായി ആരംഭിച്ച പവിത്ര ഗോൾഡ് എന്ന ജ്വല്ലറിയെ പ്രമുഖ സ്ഥാപനമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചയാളാണ് ലിഫ്റ്റ് അപകടത്തിൽ മരിച്ച മാനേജിംഗ് പാർട്ണർ സണ്ണി ഫ്രാൻസിസ്. മേരികുളം പുളിക്കൽ പരേതരായ ചാക്കോ ഫ്രാൻസിസ്, അന്നമ്മ ദമ്പതികളുടെ 6 മക്കളിൽ 5ാമനായ സണ്ണി 1978 നെടുങ്കണ്ടത്ത് തോക്കും വെടിമരുന്നും വിൽക്കുന്ന സ്ഥാപനമാണ് ആദ്യം ആരംഭിച്ചത്. വൈകാതെ ഹാർഡ്വെയർ ബിസിനസ്സിലേക്ക് കളം മാറ്റി. ഈ സ്ഥാപനം സഹോദരനെ ഏൽപ്പിച്ച് 1992 കട്ടപ്പനയിൽ കാപ്പിയുടെ കയറ്റുമതി അടക്കം ആരംഭിച്ചു. 1998 കൂർഗിലെ വലിയ 2 മില്ലുകൾ പാട്ടത്തിനെടുത്ത് അവിടേക്ക് പോയി. 4 വർഷത്തിനു ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയാണ് പവിത്ര ജ്വല്ലറി തുടങ്ങിയത്. 22 പാർട്ട്ണർമാരിൽ ഒരാളായിട്ടാണ് ആരംഭം. ജ്വല്ലറിക്ക് പിന്നാലെ ഫിനാൻസ് സ്ഥാപനവും ആരംഭിച്ചു. കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിൽ കമ്പത്തും ജ്വല്ലറി തുടങ്ങി. കാർഡമം വെയർഹൌസ് ആരംഭിക്കാനുള്ള ആലോചനയിലായിരുന്നു സണ്ണി. പുതിയ വീട് വയ്ക്കാനായി ടൗണിൽ സ്ഥലം വാങ്ങിയിരുന്നുവെങ്കിലും ആ സ്വപ്നം നിറവേറ്റാനാകാതെയാണ് യാത്രയായത്.
ബുധനാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു ഈ ഒരു അപകടം. കട്ടപ്പനയിലെ കടയുടെ ലിഫ്റ്റിലാണ് സണ്ണി കുടുങ്ങിയത്. കറണ്ട് പോയതിനെ തുടർന്ന് ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതോടെയാണ് സണ്ണി ലിഫ്റ്റിൽ കുടുങ്ങിയത്. കെട്ടിടത്തിന്റെ 3-ാം നിലയിലെത്തിയ ലിഫ്റ്റ് പെട്ടെന്ന് ഉയർന്നു പൊങ്ങി ഇടിച്ചു നിൽക്കുകയായിരുന്നുവെന്നാണ് സ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞത്. ലിഫ്റ്റിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നതായാണ് ജീവനക്കാരും പറഞ്ഞത്. അപകടം അറിഞ്ഞെത്തിയ ജീവനക്കാർക്ക് ലിഫ്റ്റ് തുറന്ന് സണ്ണിയെ പുറത്തെടുക്കാനായില്ല. പിന്നീട് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് ലിഫ്റ്റ് പൊളിച്ച് സണ്ണിയെ പുറത്തെടുത്തത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സണ്ണിയെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ലിഫ്റ്റ് നിയന്ത്രണമില്ലാതെ മുകൾ നിലയിലേക്ക് പോയി ഇടിക്കുകയായിരുന്നു. ലിഫ്റ്റ് കുടുങ്ങിയ സണ്ണിയുടെ തലയ്ക്ക് ഉൾപ്പെടെ മാരകമായി മുറിവേറ്റു. 2 മണിക്കൂറാണ് സണ്ണി ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയത്. സണ്ണി കയറിയ ലിഫ്റ്റ് വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് ഓഫാവുകയും പിന്നീട് നിയന്ത്രണമില്ലാതെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് പോയി 5-ാം നിലയിൽ ഇടിച്ചു നിൽക്കുകയുമായിരുന്നുവെന്നാണ് സ്ഥാപന അധികൃതർ നൽകിയ വിവരം. പിന്നീട് ലിഫ്റ്റ് തുറക്കാൻ കടയിലെ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. തുടർന്ന് കട്ടപ്പന അഗ്നിരക്ഷാസേന എത്തിയാണ് ലിഫ്റ്റ് വെട്ടിപ്പൊളിച്ചു തുറന്നത്. അപ്പോഴേക്കും സണ്ണി ലിഫ്റ്റിനുള്ളിൽ അകപ്പെട്ട് 2 മണിക്കൂർ കഴിഞ്ഞിരുന്നു. തലയിൽ ഗുരുതരമായും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പരിക്കേറ്റ നിലയിലായിരുന്നു സണ്ണി. ലിഫ്റ്റ് രക്തം താളം കെട്ടി നിൽക്കുകയായിരുന്നു. അതേസമയം വൈദ്യുതി മുടങ്ങിയപ്പോൾ ലിഫ്റ്റിനുള്ളിൽ അകപ്പെട്ട സണ്ണി സ്വർണ്ണക്കടയിലെ ജീവനക്കാരെ ഫോണിൽ വിളിക്കുകയും അവർ ലിഫ്റ്റ് ടെക്നീഷ്യനെ ബന്ധപ്പെട്ട് തകരാർ പരിഹരിക്കുന്നതിനിടെ ലിഫ്റ്റ് മുകളിലേക്ക് പോയതാണെന്നും പോലീസിന് മൊഴി ലഭിക്കുകയായിരുന്നു. വാർഷിക പരിശോധനയുടെ ഭാഗമായി അഗ്നിരക്ഷാസേനയുടെ കട്ടപ്പന യൂണിറ്റ് അധികൃതർ പവിത്ര ഗോൾഡിലും സമീപത്തെ സ്ഥാപനങ്ങളിലും ബുധനാഴ്ച പരിശോധന നടത്തിയിരുന്നു. ഉദ്യോഗസ്ഥർ മടങ്ങിയതിന് പിന്നാലെയാണ് ഈ അപകടം. തുടർന്ന് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ തിരികെ എത്തുകയായിരുന്നു. കട്ടപ്പന പവിത്ര ഗോൾഡ്, തേനി പവിത്ര ജ്വല്ലറി എന്നീ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് പാർട്ണറാണ്. അസ്വാഭാവിക സാഹചര്യത്തിലാണ് പവിത്ര ഗോൾഡ് ജ്വല്ലറിയുടെ മാനേജിംഗ് പാർട്ണർ മരിച്ചതെന്നതിനാലാണ് പോലീസ് ദുരൂഹത നീക്കാൻ അന്വേഷണം നടത്തുന്നത്. ലിഫ്റ്റിന്റെ സാങ്കേതിക വിദ്യ അറിയാത്തവർ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതാണ് അപകട കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഓരോ കമ്പനികളിലെ ലിഫ്റ്റ് തനതായ പ്രവർത്തന സംവിധാനമുണ്ട്. ഓരോ നിലയിലേക്കും തിരിച്ചുമുള്ള വേഗം ഉൾപ്പെടെ കൺട്രോൾ യൂണിറ്റിൽ പ്രോഗ്രാം ചെയ്തിരിക്കും. വൈദ്യുതി പോയാൽ തൊട്ടടുത്ത നിലയിലേക്ക് ലിഫ്റ്റ് എത്തി നിന്ന് വാതിൽ തനിയെ തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. കൺട്രോൾ യൂണിറ്റിലേക്കുള്ള സിഗ്നലിൽ വ്യതിയാനം സംഭവിച്ചതാകാം ലിഫ്റ്റ് അതിവേഗം മുകളിലേക്ക് പോകാൻ കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.